Welcome to Radiant Social Analysis through Sociological Imagination എന്ന സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം. സോഷ്യൽ സയൻസിന് പുറമെ നമ്മുടെ സോഷ്യൽ സയൻസ് സെക്കൻഡ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. സോ ആ ക്ലാസ്സുകൾ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മൾ എന്താ പഠിച്ചത്? അനുവിൻ്റെ പ്രോബ്ലത്തെ പറ്റിയാണ് പഠിച്ചത് അല്ലേ. അനു എന്ന് പറയുന്ന പെൺകുട്ടി അവരുടെ ഫാമിലി എന്ത് ചെയ്യുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിൻ്റെ അച്ഛൻ എന്താണ്, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. മഴക്കാലം ആകുമ്പോൾ ജോലി കുറയാണ്. അപ്പോൾ എന്ത് പറ്റുന്നു, അതിൻ്റെതായ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. കടയിൽ പോയി സാധനം വാങ്ങാൻ പോയപ്പോഴത്തേക്കും കടക്കാരൻ പൈസ ചോദിച്ചു, സാധനം വാങ്ങാതെ തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ നാണക്കേടൊക്കെയായി. അപ്പോൾ അനു ഇരുന്ന് ആലോചിക്കുകയാണ് അല്ലേ, ഞങ്ങളുടെ ഫാമിലി പ്രശ്നത്തിൻ്റെ, ഞങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലത്തിൻ്റെ കാരണം എന്താണെന്ന് ആലോചിച്ചപ്പോൾ അനു ചിന്തിച്ചതെല്ലാം എന്താണ്, അനു എന്ന വ്യക്തിക്ക് അറിയാവുന്നുള്ള അനുവിന് ചുറ്റുമുള്ള കാര്യങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതിനെപ്പറ്റി മാത്രമാണ് ചിന്തിച്ചത്. അങ്ങനെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ചുറ്റും നിന്ന് കിട്ടുന്ന അറിവുകളെപ്പറ്റി മാത്രം നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ആ അറിവിനെ കോമൺ സെൻസ് നോളജ് എന്നാണ് വിളിക്കാറ്. എന്താ വിളിക്കാറ്? കോമൺ സെൻസ് നോളജ് എന്നാണ് വിളിക്കാറ്. ഈ കോമൺ സെൻസ് നോളജ് എന്നാൽ എന്താണെന്നും കോമൺ സെൻസ് നോളജിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, കോമൺ സെൻസ് നോളജിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അത് പാർഷ്യലായിട്ട് മാത്രമേ അറിവ് തരുന്നുള്ളൂ. സ്പെക്കുലേഷൻസിനെ വിശ്വസിക്കുന്നുണ്ട്. സ്റ്റീരിയോ ടൈപ്പുകളെ അത് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സയൻറ്റിഫിക് ഒബ്സർവേഷനുകളൊന്നുമില്ല. അത് മാത്രമല്ല എന്താണ്, കോംപ്ലക്സ് ആയ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റുന്നില്ല എന്ന് പിടികിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇങ്ങനെ കോമൺ സെൻസ് നോളജ് കൊണ്ട് മാത്രം നമ്മളൊരു പ്രശ്നത്തെ പറ്റി പഠിച്ചാൽ ശരിയാവത്തില്ല. നമുക്കതിനെ കുറച്ചുകൂടി ഒരു ബ്രോഡായിട്ട്, കുറച്ചുകൂടി ഒരു വലിയ രീതിയിൽ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആ രീതിയിൽ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് അനുവിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ, അപ്രോച്ചിങ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ പ്രോബ്ലം ഓൺലി ത്രൂ കോമൺ സെൻസ് നോളജ് വിൽ നോട്ട് പ്രൊവൈഡ് ഇനഫ് നോളജ് ഫോർ എ പ്രോപ്പർ സൊല്യൂഷൻ അല്ലേ. അതുകൊണ്ട് ഒരു പ്രോപ്പർ സൊല്യൂഷൻ ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ അനുവിൻ്റെ പ്രശ്നങ്ങളെ തന്നെ മറ്റൊരു രീതിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്കറിയാം അനുവിൻ്റെ ഫാമിലിക്ക് എന്തുണ്ട്, ഒരു സ്റ്റഡി ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. അതെന്ത് കാരണങ്ങളുകൊണ്ടാണ്? ഫിനാൻഷ്യൽ കാരണങ്ങൾ കൊണ്ട് ആണ്. ഈ പറയുന്ന അനുവിൻ്റെ അച്ഛൻ്റെ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, സീസണിനനുസരിച്ച് മാറും അല്ലേ. അതെന്തുകൊണ്ടാണ്? അത് എൻവയോൺമെൻറ്റൽ ഫാക്ടർ കൊണ്ടാണ് അല്ലേ. സീസൺ മാറുന്നത് നമ്മളോ ആരോഗ്യം ചെയ്യുന്നതാണോ? അല്ല, അത് പ്രകൃതി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് തീരുമാനിക്കുന്നതാണ്. ജോബ് ഓപ്പർച്യൂണിറ്റി കുറവാണല്ലേ മഴക്കാലത്ത്. ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് അല്ലേ, തൊട്ടടുത്തൊരു ഫാക്ടറിയോ എന്തെങ്കിലും ഒരു സ്ഥാപനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതില്ലാത്ത ആരുടെ കുറ്റമാണ്? അനുവിൻ്റെ അച്ഛൻ്റെ കുറ്റമാണോ? അല്ല, അത് അഡ്മിനിസ്ട്രേറ്റീവ് ഫാക്ടറുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യമാണ്. മാത്രമല്ല ജിയോഗ്രഫിക്കലായിട്ടുള്ള ഏരിയാസിനനുസരിച്ച് നമ്മൾക്ക് എന്താണ് ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ പീപ്പിൾ ലിവിങ് ഇൻ ഡിഫറൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയാസ് ബേസ്ഡ് ഓൺ ജിയോഗ്രഫിക്കൽ ഡിസ്പാരിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സുനാമി വന്നു, കടൽ തീരത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് അവരുടെ കുടുംബം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ പോയി താമസിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ജോലിക്ക് പോയില്ലെങ്കിൽ കാശ് കിട്ടുമോ? ഇല്ല. അപ്പോൾ അവരുടെ മക്കൾക്ക് സ്കൂളിൽ പോയി പഠിക്കണ്ടേ? പഠിക്കണം. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ? ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണം അവരാണോ? അല്ല. ആ കുട്ടി ഇരുന്ന് ചിന്തിക്കുകയാണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ജോലി ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ പറയുന്ന പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ അവർക്ക് ജോലി ഇല്ലാത്തതാണോ? അല്ല. അത് എന്താണ്, ജിയോഗ്രഫിക്കൽ കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്താണ്, ആ പേരുടെ താമസിച്ചു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും, നമ്മൾ ചുറ്റും കാണുന്ന പല പ്രശ്നങ്ങൾക്കും നമ്മളിങ്ങനെ നമ്മുടെ ഇട്ടാവട്ടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് നോക്കിയിട്ട് അതിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ ആ കിട്ടുന്ന കാരണങ്ങൾ എപ്പോഴും നമുക്കൊരു സൊല്യൂഷൻ കൊണ്ടെത്തി തരത്തില്ല. സോ നമ്മളതിനെ കുറച്ചുകൂടി വിശദമായ രീതിയിൽ എന്ത് ചെയ്യണം, മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അതായത് നമ്മളവിടെയുള്ള സാമൂഹികമായിട്ടുള്ള ഘടകങ്ങളെ കൂടെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ അതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ അനുവിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്ന പൈസ എന്നുള്ളൊരു ഫാക്ടർ മാത്രം വെച്ച് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ അതെന്താണ്, ജോലിയില്ലായ്മയുടെ പ്രശ്നമാണ്. പക്ഷേ അതായിരുന്നോ പ്രശ്നം? അല്ല, അതിന് മറ്റു കാരണങ്ങളും ഉണ്ട്. അതിന് ഫിനാൻഷ്യൽ ഫാക്ടറുകളുണ്ട്, എൻവയോൺമെൻറ്റ് ഫാക്ടറുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഫാക്ടറും ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ഇങ്ങനെ പല ഫാക്ടേഴ്സുകൾ ചേരുമ്പോഴാണ് ഉണ്ടാകുന്നത്. സോ ഒരു പ്രശ്നം ഒരു പേഴ്സണൽ പ്രോബ്ലം ആയിരിക്കാം, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എപ്പോഴും പേഴ്സണൽ കാര്യങ്ങൾ മാത്രമാകണമെന്നില്ല, അത് സോഷ്യൽ ഫാക്ടേഴ്സും ആകാം. അതാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഈച്ച് ആൻഡ് എവരി പേഴ്സണൽ പ്രോബ്ലം.
We can understand individual problems and their causes in greater depth and breadth only when we identify the influence of social factors behind them. അല്ലെ, അതിനെ പറ്റി പുറകിലുള്ള സാമൂഹിക പ്രശ്നങ്ങളെപ്പറ്റി കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കവിടെയുള്ള സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അല്ലേ, നമ്മൾ നോക്കി ഇവിടെ നോക്കി വി ക്യാൻ സീ ദാറ്റ് അനൂസ് പേഴ്സണൽ പ്രോബ്ലം ഈസ് ഓൾസോ എ സോഷ്യൽ പ്രോബ്ലം. അല്ല, അനുവിൻ്റെ അച്ഛന് മാത്രം ഉള്ളതാണോ? അല്ല, മറ്റു പല കാര്യങ്ങളും അതിനകത്തുണ്ട്. സോ സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഈച്ച് ആൻഡ് എവരി പേഴ്സണൽ പ്രോബ്ലം. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം. അപ്പോൾ നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി വലിയ രീതിയിൽ നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കണം. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞ് നമുക്ക് നോക്കാം. ഒരു കുട്ടി, ആ ഇരിപ്പ് കണ്ടാൽ അറിയാം എന്താണ്, പഠിക്കാൻ ബുദ്ധിമുട്ടിയിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് അല്ലേ. ഇവിടെ ജോബ് വാക്കൻസി 3 ഉള്ളൂ. എത്ര പേര് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നത്? ഇവിടെ കണ്ടോ, ഒരാൾ രോഗിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കടാ, പഠിക്കാൻ പറ്റാത്തത് ആ കുട്ടിയുടെ പേഴ്സണൽ പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചാണ്. പക്ഷേ എല്ലായ്പ്പോഴും അത് പേഴ്സണൽ പ്രോബ്ലം കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ കുട്ടിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേ? അതിൻ്റെ പിന്നിൽ മറ്റു പല ഫാക്ടേഴ്സ് ഉണ്ടാവത്തില്ലേ? ജോലി, ഒരാൾ പോയി ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, ജോലിക്ക് എടുത്തില്ല. സോ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് എന്നെ ജോലിക്ക് എടുക്കാത്തതെന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ ഒരു പരിധിവരെ ശരിയായിരിക്കാം. എങ്കിലും അതുകൊണ്ട് മാത്രമായിരിക്കുമോ? കുറേയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ആദ്യം വന്ന 3 പേരെ സെലക്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ 3 പേർക്ക് ജോലിയായി. അപ്പോൾ അടുത്ത ആൾക്കാർക്ക് ജോലി കിട്ടാത്ത അവരുടെ കുറ്റം കൊണ്ടാണോ? അല്ല, അവിടെ വേക്കൻസി ഇല്ലാത്തതുകൊണ്ടല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങളെ നമ്മൾ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. അതിന് പിന്നിൽ ഒരുപാട് എന്തുണ്ട്? സോഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഉറക്കം വന്നു തുടങ്ങിയല്ലേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. ഇത് സോഷ്യോളജി എന്ന് പറയുന്നൊരു ഭാഗത്ത് വരുന്നതാണ്. ഇതിങ്ങനെയല്ലാതെ എങ്ങനെ പറയാൻ പറ്റുന്നത്? അല്ലേ, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയോ, നമുക്ക് ആ കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, മാത്സ് കുറക്കാതെ പിടിച്ചിരിക്കുക. നോക്കിയേ, ഡിഫിക്കൽട്ടി ഇൻ സ്റ്റഡീസ്, ഒരാൾക്ക് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള സോഷ്യൽ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം. അല്ലെ, ആ കുട്ടി പഠിച്ച സ്കൂളിൽ നന്നായി പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കാം. ഫാമിലിയുടെ ഇൻകം കുറവായതുകൊണ്ട് പ്രോപ്പർ ട്യൂഷന് പോകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. മാത്രമല്ല സോഷ്യൽ പ്രഷർ, അല്ലെ റിസൾട്ട്. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല എക്സാമ്പിൾ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഒരു കാര്യം നിങ്ങളിത് പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഈ അടുത്തൊരു കുട്ടി എനിക്കൊരു ക്ലാസ്സിൻ്റെ ഒരു ലിങ്ക് അയച്ചു തന്നു, യൂട്യൂബിൻ്റെ ക്ലാസ്. അതിന് ടൈറ്റിൽ തന്നെ എന്തുമാത്രം ഡീമോട്ടിവേറ്റിംഗ് ആണെന്ന് ആലോചിച്ചപ്പോൾ A+ നിങ്ങൾക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ല എന്ന രീതിയിലാണ് അതിൻ്റെ ടൈറ്റിൽ. ഏത് ചാനലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, സംഭവം ഞാൻ ഒരെണ്ണം കണ്ടായിരുന്നു. ആലോചിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി, അല്ലേ, എന്തുമാത്രം പ്രഷറാണ് ഇത് പിള്ളേരിൽ കൊടുക്കുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് A+ കിട്ടുമോ കിട്ടൂലോ എന്നൊക്കെ ഇതാരാ തീരുമാനിക്കുന്നത്? അല്ല, A+ കിട്ടിയില്ലെങ്കിൽ എന്താ വല്ലതും പറ്റുമോ? ജീവിതം അവസാനിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ അത്. എന്നാലും വെറുതെ ആൾക്കാരെ എങ്ങനെ എന്ത് ചെയ്യുക, പ്രഷറിലേക്ക് കൊണ്ടെത്തിക്കാം. സംഭവം ഓൺലൈൻ ബാച്ചിലേക്ക് ആളെ ചേർക്കാനായിട്ട് കൊടുക്കുന്ന ബിസിനസ് ടാക്ടിക്സ് ആയിരിക്കാം. പക്ഷേ അതൊന്നും ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നു എന്ന് വെച്ച് ടെക്സ്റ്റ് ബുക്ക് പാടാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു 5 കൊല്ലത്തിന് മുന്നേ, അല്ലെങ്കിൽ ഒരു 5 കൊല്ലം 6 കൊല്ലമായിട്ട് ഈ പറയുന്ന ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇത്. പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒന്നും അല്ല, മുന്നത്തെ ടെക്സ്റ്റ് ബുക്കിന് സാധനം തന്നെ രൂപം മാറ്റി പുതുതായിട്ട് ഇറക്കി വയ്ക്കുക. കുറച്ച് പോയിന്റുകൾ അവിടെ ഇവിടെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, പോർഷൻ അളവൊന്ന് കൂട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആലോചിക്കും, 10 കൊല്ലം മുമ്പ് ഒരു കുട്ടി പഠിച്ചപ്പോൾ അവനെ സഹായിക്കാൻ യൂട്യൂബും ഇതുപോലെ ലൈവ് ക്ലാസ്സൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ള റിസോഴ്സ് കിട്ടുക അല്ലേ. ഓരോ ചാനലുകാരും മത്സരിച്ചാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, കണ്ടന്റുകൾ നിങ്ങൾക്ക് ഈസിയാക്കി തരാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ടോപ്പിക്ക് വന്നു വെച്ചാൽ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. PDF നോട്ടുകൾ ഫ്രീ ആയിട്ട്, ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ചാനൽ ഫ്രീ ആയിട്ട് PDF നോട്ട് തരുന്നില്ലേ. ഇപ്പോൾ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സമയം മെനക്കെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ സമയം മിച്ചം വരെയല്ലേ, ആ സമയത്ത് നിങ്ങൾക്ക് പഠിച്ചൂടെ? സോ ഇത്തരം പ്രഷറുകൾ എപ്പോഴും കുട്ടികളുടെ പഠിത്തത്തെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. സോഷ്യൽ പ്രഷറും അപ്പോൾ ഈ കുട്ടിയുടെ സ്റ്റഡിയെ മോശമാക്കാം. അപ്പോൾ ആ കുട്ടി സ്റ്റഡിയിൽ മോശമായത് ആ കുട്ടി മന്ദബുദ്ധി ആയതുകൊണ്ടാണോ? അവർ പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണോ? അല്ലല്ലോ, അവർ അതിനുള്ള സാഹചര്യം കിട്ടാത്തതുകൊണ്ടല്ലേ. അപ്പോൾ ഈ സാഹചര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ ഫാക്ടറുകളെന്ന് പറയുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ്, ജോബ് ഓപ്പർച്യൂണിറ്റി കുറവായതുകൊണ്ട് ജോബ് ഇല്ലാതിരിക്കാം. എക്കണോമിക് കണ്ടീഷൻ ആ രാജ്യത്ത് മോശമാണ്, റിസഷൻ നടക്കുകയാണ്, ജോലിയില്ല, അതുകൊണ്ട് ജോലിയില്ലാതെ വരാമല്ലോ. കോമ്പറ്റീഷൻ കൂടുന്നു, അത് കാരണം തൊഴിലില്ലായ്മ വരാം. അപ്പോൾ അത് അയാളുടെ കുറ്റമാണോ? അല്ല, അതെന്താണ് അവിടുത്തെ സൊസൈറ്റി, സമൂഹത്തിൻ്റെ ഫാക്ടേഴ്സാണ്. ഹെൽത്ത് ഇഷ്യൂ വരുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു. എന്തുകൊണ്ടായിരിക്കാം? ഹെൽത്ത് കെയർ ഫെസിലിറ്റി കുറവായതുകൊണ്ടായിരിക്കാം, ദാരിദ്ര്യം ഉള്ളത് കൊണ്ടായിരിക്കാം, ഹൈജീൻ കുറവുള്ളത് കൊണ്ടായിരിക്കാം, മെഡിക്കൽ ഫെസിലിറ്റിക്ക് ലിമിറ്റഡ് ആക്സസ് ഉള്ളത് കൊണ്ടായിരിക്കാം. ഒരു 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 വനമേഖലയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു അസുഖം വന്നു. ഞാൻ ഈ വനമേഖലയിൽ ജോലി ചെയ്തിട്ടുള്ളൊരു ആളായതുകൊണ്ട് പറയാം. അവിടെ ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുവരാനായിട്ട് മിനിമം ഒരു മണിക്കൂർ ടു 2 മണിക്കൂർ എടുക്കും. വല്ല മഴയും പെയ്യുന്ന സമയമാണെങ്കിൽ റോഡൊക്കെ വെള്ളം കയറി ഇല്ലാതാവും, റോഡിൽ കൂടി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് പറ്റും? അയാൾക്കൊരു അസുഖം വന്ന് മരിച്ചാൽ, അല്ലെങ്കിൽ അസുഖം വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് ആ വ്യക്തിയുടെയോ അയാളുടെ കുടുംബത്തിൻ്റെയോ കുറ്റം കൊണ്ടാണോ? അല്ലല്ലോ. ആ പറയുന്നവർക്ക് റോഡില്ലാത്ത എൻവയോൺമെൻറ്റൽ ഫാക്ടർ കൊണ്ടാവത്തില്ലേ.
അല്ലെങ്കിൽ അവരെ ദൂരെ താമസിക്കുന്നതുകൊണ്ട് അവർക്ക് ഫിനാൻഷ്യലി ഒരു പുവർ ആയതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ അവർക്ക് ഈ പറയുന്ന നല്ല സ്ഥലത്ത് വീട് വെച്ച് താമസിക്കാൻ പറ്റാത്ത. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഇത്രയേ പറയുന്നുള്ളൂ. ഈ എക്സാമ്പിളുകളെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, പേഴ്സണൽ പ്രശ്നങ്ങൾ എപ്പോഴും പേഴ്സണൽ ആകണമെന്നില്ല. സോഷ്യൽ ഫാക്ടേഴ്സുകളും അതിൻ്റെ പിന്നിലുണ്ടാകാം. ഈ സോഷ്യൽ ഫാക്ടേഴ്സുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പല പ്രശ്നങ്ങളും വഷളായി പോകുന്നത്. അപ്പോൾ അത് പരിഹരിക്കാൻ നമ്മൾ പേഴ്സണൽ എന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല, അതിന് സമൂലമായൊരു മാറ്റം നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്നാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി ഫിലോസഫിയാണ് നമ്മളിവിടെ പറയുന്നത്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സോഷ്യൽ അനാലിസിസ് ആണ് ചെയ്യേണ്ടത്, അല്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ടത്, സോഷ്യൽ അനാലിസിസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ മോളത്തെ ഫാക്ടേഴ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി അല്ലേ, എന്താണ് പ്രശ്നങ്ങളുടെ റീസൺ ഇതാണ്. സോ നമ്മൾ എന്ത് കൊണ്ടുവരണം, ഒരു സോഷ്യൽ അനാലിസിസ് കൊണ്ടുവരണം. കോമൺ സെൻസ് നോളജ് മാത്രം പോരാ, ഒരു സോഷ്യൽ അനാലിസിസ് കൊണ്ടുവരണം. അപ്പോൾ എന്താണ് സോഷ്യൽ അനാലിസിസ്? സോഷ്യൽ അനാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ഹൗ സോഷ്യൽ റിലേഷൻഷിപ്സ്, social institutions, social structure and social problem affect individual and society. അപ്പോൾ ഒരു വ്യക്തിയെയും സൊസൈറ്റി സമൂഹത്തെയും എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത്? എന്ത് പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, എന്ത് പ്രശ്നങ്ങളാ നോക്കിയേ, എവറി അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ അനാലിസിസ്, അല്ലെ എന്താ സോഷ്യൽ അനാലിസിസ് നമ്മൾ പഠിക്കാൻ പോകും. എവറി പേഴ്സണൽ പ്രോബ്ലം ഹാസ് മെനി സോഷ്യൽ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ഇറ്റ്. ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞു തന്നത് ഇതാണ്. നമ്മുടെ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ മാത്രമൊന്നുമില്ല, അതിന് പുറകിൽ മറ്റു പല സാമൂഹികമായ കാര്യങ്ങളും ഉണ്ടാകും. ഈ സോഷ്യൽ ഫാക്ടേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കോസും അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. തൊഴിലില്ലായ്മ ഉണ്ടായി, എന്തുകൊണ്ടാണ്? നാടിൻ്റെ ഫിനാൻഷ്യൽ സ്ഥിതി മോശമായതുകൊണ്ടാണ്, മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? ഇനി അതിൻ്റെ കോൺസിക്വൻസ് മനസ്സിലാക്കാൻ പറ്റും. അതായത് എന്തുകൊണ്ടാണ്, വാട്ട് ഹാപ്പൻ ബിക്കോസ് ഓഫ് ദിസ് പ്രോബ്ലം, ഈ പ്രശ്നങ്ങൾ കൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്, അതിൻ്റെ കോൺസിക്വൻസസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആർ കണക്റ്റഡ് ടു എ വൈഡർ സോഷ്യൽ സ്ട്രക്ചർ ലൈക്ക് ഫാമിലി, എഡ്യൂക്കേഷൻ സിസ്റ്റം, എക്കോണമി, ഗവൺമെൻറ് ആൻഡ് സൊസൈറ്റി. സോ വ്യക്തികളുടെ പ്രശ്നം എന്ന് പറയുന്നത് വ്യക്തിപരം മാത്രമല്ല, അതിന് കുടുംബത്തിന് പങ്കുണ്ട്, അവൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് പങ്കുണ്ട്, അവൻ താമസിക്കുന്ന എക്കോണമി, അവിടുത്തെ ആ പറയുന്ന സൊസൈറ്റിയിലെ എക്കോണമി എന്ന് വെച്ചാൽ എന്താണ്, ക്യാഷിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിനിമയല്ലേ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷനൊക്കെ വരും. ആ നാട്ടിലെ ഗവൺമെൻറ്, അവൻ ജീവിക്കുന്ന സൊസൈറ്റിക്കൊക്കെ എന്താണ് പങ്കുണ്ട് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ സാമൂഹികമായി കൂടെ വിലയിരുത്തുമ്പോൾ അതിന് പറയുന്ന പേരാണ് സോഷ്യൽ അനാലിസിസ്. എന്താണ് സോഷ്യൽ അനാലിസിസ്? ഇപ്പം ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ചു അല്ലേ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ഹൗ സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ പ്രോബ്ലം എഫക്റ്റ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഓരോന്നും എന്താണെന്ന് നോക്കാം. എന്താണ് സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ പീപ്പിൾ ബിഹേവ് വിത്ത് ഈച്ച് അതർ, അല്ലേ? വ്യക്തികൾ പരസ്പരം എങ്ങനെയാണ് പെരുമാറുന്നത്, കമ്പാഷനേറ്റ് ആയിട്ടാണോ, സ്നേഹത്തോടെയാണോ പെരുമാറുന്നത്, പരസ്പരം കുത്തി സംസാരിക്കുക, പരസ്പരം കുറ്റം പറയുക, അങ്ങനെയാണോ പെരുമാറുന്നത്? സോ അതിനെന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ഗവൺമെൻറ്റുകൾ, സ്ഥാപനങ്ങൾ പോലെയുള്ള സ്ഥാപനങ്ങളുടെ പങ്ക്. സോഷ്യൽ സ്ട്രക്ചർ, അതായത് ആ രാജ്യത്ത് അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന റൂൾസ്, അവരുടെ കൾച്ചർ, അവരുടെ സിസ്റ്റംസ് ഒക്കെ അതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോഷ്യൽ പ്രോബ്ലംസ് ലൈക്ക് പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഇക്വാലിറ്റി, ഇതെല്ലാം എന്ത് ചെയ്യും, ഈ വ്യക്തികളുടെയും സൊസൈറ്റിയെയും എഫക്റ്റ് ചെയ്യും. സോ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തിയുടെ പ്രോബ്ലത്തെ പറ്റി നമ്മൾ പഠിച്ചാൽ അതാണ് സോഷ്യൽ അനാലിസിസ്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് ഹൗ, എങ്ങനെയാണ് ഈ പറയുന്ന സോഷ്യൽ റിലേഷൻഷിപ്പ്, ആൾക്കാർ തമ്മിലുള്ള ഇടപെടൽ, അവിടെയുള്ള സ്ഥാപനങ്ങൾ, അവിടെയുള്ള രീതികൾ, അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ സോഷ്യൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ദ റിയൽ റീസൺ ബിഹൈൻഡ് ദ പ്രോബ്ലം, അല്ലേ? കറക്റ്റ് റീസൺ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഇറ്റ് ഹെൽപ്പ് us ഇൻ ഫൈൻഡിങ് ബെറ്റർ സൊല്യൂഷൻസ് ടു പീപ്പിൾസ് ലൈഫ്, ഇംപ്രൂവ് പീപ്പിൾസ് ലൈഫ്, അല്ലേ? പ്രശ്നങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു സൊല്യൂഷൻ, ലോങ് ലാസ്റ്റിംഗ് സൊല്യൂഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റും. സോ ഇതാണ് സംഭവം എന്ന് പറയുന്നത്, ഇതാണ് സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ അനാലിസിസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ചോദിച്ചാൽ ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് സോഷ്യോളജി? സൊസൈറ്റിയെ പറ്റിയുള്ള സ്റ്റഡിയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. സമൂഹത്തെ പറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് തന്നെയാണ്. എന്താണ്, ഒരു പ്രശ്നം, നടക്കുന്നൊരു പ്രശ്നത്തെ വ്യക്തിപരമായി മാത്രം കണക്കാക്കാതെ സമൂഹത്തിന് മൊത്തത്തിൽ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ അതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പേഴ്സണൽ പ്രോബ്ലംസ് ആർ കണക്റ്റഡ് ടു വൈഡർ സോഷ്യൽ സ്ട്രക്ചർ. വ്യക്തിപരമായ പ്രശ്നങ്ങൾ എങ്ങനെയാണ്
സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസിലൂടെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ചാൾസ് റൈറ്റ് മിൽസ് ആണ് ഇത് ആദ്യമായിട്ട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ 1959 ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതായത് പ്രശ്നങ്ങൾ എന്ന് പറയുന്ന വ്യക്തിപരം മാത്രമല്ല, അതിന് സമൂഹത്തിനും സ്ഥാനമുണ്ട്. ഇതിൻ്റെ ഉള്ള ഗുണം എന്താ? ഇറ്റ് ഹെൽപ്പ് us to see that individual problems, for example unemployment, poverty, illness etc., are often caused by larger social factors. ഇപ്പോൾ പറഞ്ഞ കാര്യം അല്ലേ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ എക്കോണമിയെ ബന്ധപ്പെട്ടിട്ടായിരിക്കാം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കാം, ഗവൺമെൻറ് പോളിസികൾ അവിടെ വന്നതുകൊണ്ട് ആയിരിക്കാം എന്ന് മനസ്സിലാക്കുന്നു. ഇതിനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വനമേഖല തന്നെ ഞാൻ വീണ്ടും എടുക്കുന്നു, ഫോറസ്റ്റ്. അവിടെയുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് മോശമാണ്. അവരുടെ റിസൾട്ടുകളിൽ ഫുൾ A+കാർ കുറച്ച് കുറവാണ്. അതിൻ്റെ അർത്ഥം അവർ പഠിക്കാൻ മോശമായതുകൊണ്ടാണെന്നാണോ? അല്ല. അവർക്ക് സ്കൂളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ അത് ബുദ്ധിമുട്ടാണ്. ദൂരങ്ങൾ ഒരുപാട് നടന്നും അതുപോലെ തന്നെ വലിയ ജീപ്പിലുമൊക്കെ കയറിയിട്ട് വേണം അവർക്ക് എന്ത് ചെയ്യാം, സ്കൂളിലെത്താൻ. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പോലെ, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന പോലത്തെ ഒരു സുഖവും സൗകര്യവും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ അവരും ഇതൊക്കെ ചെയ്തേനെ. അപ്പോൾ അവർ മോശമാവുന്ന അവർ ബുദ്ധിയില്ലാത്തവരായതുകൊണ്ടാണോ? അല്ല. അപ്പോൾ ഇവിടെ ഉള്ള കുട്ടികൾ പഠിക്കാത്തത് അവർ പഠിത്തത്തിൽ വീക്ക് ആയതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് എൻ്റെ കോമൺ സെൻസ് നോളജ്. എനിക്കറിയത്തില്ലല്ലോ അവരുടെ സാഹചര്യം. ഞാൻ എൻ്റെ ചുറ്റുമുള്ള കാര്യം വെച്ചങ്ങ് പറയുകയാണ്, തള്ളിവിടുകയാണ്. എന്നാൽ ഇതേ കാര്യം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്, അല്ലേ, അവർക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, അവർക്ക് സാഹചര്യമില്ല, അവർക്ക് കറണ്ട് കണക്ഷൻ ഇല്ല, അവർക്ക് രാത്രി നിന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ മോശമായെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാണ്? അവരുടെ പ്രശ്നത്തെ അവരുടെ സൊസൈറ്റിയുമായി ഞാൻ കണക്ട് ചെയ്ത് ചിന്തിക്കുകയാണ്, അവരുടെ സമൂഹവുമായി കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ അത് സോഷ്യൽ ഇമാജിനേഷൻ. അതിനെ വിളിക്കുന്ന പേരാണ് സോഷ്യൽ ഇമാജിനേഷൻ. അത് നമ്മളെ പേഴ്സണൽ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു, അതിനെ സൊസൈറ്റിയുമായി കണക്ട് ചെയ്ത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിനൊരു ബെറ്റർ സൊല്യൂഷൻ കണ്ടെത്താനും നമുക്ക് സാധിക്കുന്നു ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇതാണ് നമ്മളിതാ ഇവിടെ പറയുന്നത്. ഇതേ പോയിന്റ് തന്നെയാണ് ഞാനിവിടെ സ്ലൈഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ ഈ പറയുന്നതല്ലാതെ ഞാൻ പ്രത്യേകിച്ച് കയ്യിൽ നിന്നിട്ട കാര്യങ്ങളൊന്നും അല്ല. ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നാൽ എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ നമ്മൾ എങ്ങനെ സോഷ്യൽ അനാലിസിസ് നടത്തും എന്നുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കുറച്ചായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ബോറായി പോകും. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.